പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വചനത്തിൻ്റെ പൊരുളെന്താണ്? ദൈവം നമ്മളോട് സംസാരിക്കും. സ്വപ്നത്തിലൂടെ സംസാരിക്കാം, ദർശനത്തിലൂടെ സംസാരിക്കാം, നമ്മുടെ ശത്രുക്കളിലൂടെ പോലും അവരുടെ പ്രവർത്തികളിലൂടെയും അവരുടെ വാക്കുകളിലൂടെ നമ്മൾ സംസാരിക്കാം. ഇപ്പോഴെന്താ അച്ഛൻ പറഞ്ഞത്? വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അതാണ് സ്വർഗാരോപണ ദിവസം സംഭവിച്ചത്. ഇപ്പം ഞാൻ സ്വർഗാരോപണ ദിവസം രാവിലെ 5:30 മണിക്ക് എൻ്റെ ജപമാല കഴിഞ്ഞ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ വചനം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്തു. എന്തിനാണെന്നറിയാവോ? അമ്മയുടെ സ്വർഗാരോപണ ദിവസമല്ല, അതിമനോഹരമായ ദിവസമാണ്. അപ്പോൾ ഈ അമ്മയുടെ സ്വർഗാരോപണ ദിവസം ആഗസ്റ്റ് 15 കർത്താവിന് എന്താണ് എന്നോട് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വചനം തുറന്നത്. അപ്പം നമ്മൾ വചനം തുറക്കുമ്പോൾ വചനം വിശ്വസിക്കും. കർത്താവ് എന്ത് പറഞ്ഞാലും നമ്മളെ വിശ്വസിക്കുക. അതാണ് നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറയണത്. കർത്താവ് എന്നാ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുമെന്ന് കർത്താവിന് അറിയാമെങ്കിൽ കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദൈവാനുഭവ ബന്ധത്തിലേക്ക് എൻ്റെ മക്കളെ കടന്നു വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ നിഷ്കളങ്കമായ വിശ്വാസത്താൽ കർത്താവേ നീ സംസാരിക്കണതെല്ലാം വിശ്വസിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 52-ാമത്തെ വാക്യം. എന്താ കാര്യം എന്നറിയാവോ? ഈ വാക്യമാണ് സ്വർഗാരോപണ ദിവസം കർത്താവിൻ്റെ വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയെന്നില്ല, സ്വർഗാരോപണ സന്ദേശമായി ദൈവം എനിക്ക് നൽകിയത്. ലൂക്ക 8:52. അതിതാണ്, ആ വചനം ഇതാണ്. അതായത് ഇത് ജൈറൂസിൻ്റെ വീട്ടിലെ ജൈറൂസിൻ്റെ മകളെ മരിച്ചുപോയി. അപ്പോൾ കർത്താവിനെ വീട്ടിലോട്ട് ക്ഷണിച്ചു. കർത്താവിനെ വീട്ടിലോട്ട് ക്ഷണിച്ചപ്പോഴേ കർത്താവ് ആ മരണ വീട്ടിൽ ചെന്നിട്ട്, അതാണ് ലൂക്ക 8:52 എഴുതിയിരിക്കുന്നത്. കർത്താവ് മരണ വീട്ടിൽ ചെന്നിട്ട് എന്നാ അറിഞ്ഞത് അവരോട്? അതായത് ലൂക്ക 8:52 എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തു. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കണ്ടില്ലേ? ഇതെന്തിൻ്റെ സന്ദേശമാണ്? മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് ഒരു സന്ദേശം ചോദിച്ചപ്പോൾ കർത്താവ് തന്നതാണിത്. അതാണ് എൻ്റെ വിഷയം. അതായത് ഈ ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അറിവടയാളങ്ങളുണ്ടല്ലോ മക്കളെ, ഭയങ്കരമാണ്. ഇപ്പം എന്താ പറയണത്? അമ്മ എങ്ങനെയാണ് സ്വർഗാരോപണം ചെയ്യുന്നതിന് പറയണത്? വളരെ ഹൃദ്യമായിട്ടാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി സംസാരിക്കണത്. എന്താ പറയണത്? അതായത് എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അതാണ് വിശ്വാസം ഇല്ലാത്തവൻ്റെ അവസ്ഥ. എന്താ? വിശ്വാസം ഇല്ലാത്തവൻ പിന്നെ മാതാവ് ഉടലോടെ പോയാ പിന്നെ ആര് കണ്ട്? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പരിഹാസം അതെല്ലാ കാലത്തും ഉണ്ടാകും. വിശ്വാസി അതായത് ഇപ്പം പട്ടിയുടെ കുരയെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലമാണിത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പട്ടി ആ കൂവിയുടെ ചരിത്രം നമ്മൾ കണ്ടില്ലേ? അവളുടെ കളിത്തോഴൻ
ആ കുഞ്ഞ് മരിച്ചപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞിനെ തിരിച്ചറിഞ്ഞില്ലേ? അതുവരെ ഭക്ഷണം കഴിക്കാതെ പട്ടി നടപ്പോൾ നമുക്കിന്ന് പട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ല. അത്രയ്ക്ക്. അതേസമയം തന്നെ സ്വന്തം പെങ്ങൾക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുത്ത വേറെ പട്ടിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2 പട്ടിയുടെ മുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ടേ. അതാണ് അവസ്ഥ. ആങ്ങളമാരല്ലേ പെങ്ങന്മാരുടെ സുരക്ഷിതത്വം എന്ന് പറയണത്. നേരെ മറിച്ചില്ലേ ഇപ്പം. ഒക്കെ കേൾക്കുമ്പോൾ തകർന്നു പോകും നമ്മൾ. മനുഷ്യൻ്റെ എങ്ങനെ ജീവിക്കും? ഒരു കുടുംബത്തിൽ പോലും എങ്ങനെ നമുക്ക് കുടുംബമാണല്ലോ ഒരു മനുഷ്യൻ. രാത്രി ആകുമ്പോൾ ആൾക്കാർ ഓടി വരുന്നത് എവിടെയാണ്? സ്വന്തം വീട്ടിലോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം വീടില്ലെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ കരഞ്ഞ് കൂവി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വീടില്ലെന്ന് പറഞ്ഞാൽ. അടച്ചുറപ്പുള്ള വീടില്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അത് കിട്ടുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഒരു പക്ഷിക്ക് പോലും ഇവിടെ കൂടുണ്ട്. സന്ധ്യയാകുമ്പോൾ അത് കറങ്ങിപ്പോണ കാണാം. അതിൻ്റെ കൂട്ടിലേക്ക് പോണ കാണാം. അപ്പോൾ സ്വന്തം വീട് എന്താണ്? സുരക്ഷിതത്വമാണ്. അവിടെ സ്വന്തം ആങ്ങളമാരും അപ്പനും ഒക്കെയാണ് സുരക്ഷിതത്വം തരേണ്ടത്. അവർ സുരക്ഷിതത്വം തരണില്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താ? എയ്ഡ്സ് രോഗിയ ഒരു അപ്പൻ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന വിഷയമാണ് ഇന്നത്തെ രാവിലത്തെ വാർത്ത. എയ്ഡ്സ് രോഗിയ അപ്പൻ. ഓർക്കണം, ഇങ്ങനെ വന്നാൽ ഈ ലോകത്ത് എങ്ങനെ നമ്മൾ ജീവിക്കും? അപ്പം ഇങ്ങനെയുള്ള എല്ലാ മ്ലേച്ഛതകളും പൈശാചികമായ സ്വഭാവങ്ങൾ നമ്മുടെ നാട് വിട്ടു പോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പൊ എന്താണ് സംഭവിച്ചതെന്നാണ് അപ്പായി പറയണത്. അമ്മയുടെ സ്വർഗാരോപണം. അമ്മ ഉറങ്ങുകയായിരുന്നു. അമ്മയ്ക്കും അമ്മ മരിച്ചിട്ടില്ല. അതാണ് ഈശോ പറഞ്ഞത്, ബാലിക മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന്. അപ്പ വന്ന് അമ്മയെ തൊട്ട് ഉണർത്തി. എന്ത് മനോഹരമാണ്. ഞാൻ ഇരുന്ന് വീണ്ടും കുറച്ചു നേരം കൂടി പ്രാർത്ഥിച്ച്. അപ്പോഴും ഞാൻ എൻ്റെ മുകളും താഴെയൊക്കെ വായിച്ചു, ഈ വചനത്തിൻ്റെ മുകളും താഴെയും. കാര്യം അതിൻ്റെ അകത്ത് മുകളിൽ 8:50 പറയുന്നുണ്ട്, യേശു ഇത് കേട്ടു. അതായത് അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്? അപ്പോൾ മരിച്ചു പോയെന്ന് കേൾക്കുമ്പോഴേ യേശു എന്താ പറയണത്? യേശു പറഞ്ഞു, യേശു ഇത് കേട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു സ്തോത്രം. അപ്പം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആദ്യം കർത്താവ് പറയുന്ന വാക്കെന്താണ്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പം ജപ്തി നടപടി നോട്ടീസ് വന്നാലും അത് വായിക്കുമ്പോൾ പോസ്റ്റ്മാനൊക്കെ ഒന്ന് വായിക്കുമ്പോഴും നമ്മൾ പേടിച്ചു പോകും. അപ്പോഴും കർത്താവ് പറയും, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രോഗമാണ്, ഇപ്പം ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറഞ്ഞാലും കർത്താവ് പറയും, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. എല്ലാ വിഷയങ്ങളും ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവേ നിന്റെ വചനം പോലെ ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുവാൻ എനിക്ക് അഭിഷേകം നൽകണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈ ജൈറൂസിന്റെ മകളെ മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് പുനർജീവിപ്പിക്കുന്ന ആ വാർത്ത ആദ്യം യേശുവിൻ്റെ അടുത്ത് വരുന്നത് നമ്മൾ ലൂക്ക കണ്ട, ലൂക്ക 8:50 അപ്പോഴെന്താ ഈശോ പറയണത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക.
പാപത്തിൽ ആദ്യം എന്ത് സങ്കടകരമായ അവസ്ഥ നമുക്കുണ്ടായാലും വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുക മാത്രം ചെയ്യും. എന്താണ്? ഈ വിഷയത്തിലൂടെ ദൈവം ഇടപെടാം. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വെള്ളം ഒഴുകിപ്പോകേണ്ട സ്ഥലങ്ങളെ അടച്ചു കഴിയുമ്പോഴും അപ്പോഴും കർത്താവ് പറയും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. 2 കൊല്ലം കഴിയുമ്പോൾ പട്ടിണിക്കാലം വരും, അപ്പോൾ നിൻ്റെ കൃഷിയിടങ്ങളെ ഞാൻ ഫലസമർത്ഥമാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിഗൂഢമായിരിക്കും, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിഗൂഢമായിരിക്കും. ഇപ്പോൾ 10 ദിവസത്തിൻ്റെ കാലം കഴിയുമ്പോൾ കർത്താവ് പറയണില്ലേ 13:7 യോഹന്നാൻ 13:7, ഞാൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. അപ്പം ചെയ്യണ ചെയ്യത്ത് ചിലപ്പോൾ ശത്രുക്കളിലൂടെ നമ്മളോട് ചെയ്യും, പക്ഷെ അത് അപ്പം മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാകുമെന്ന്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല വിഷയങ്ങളും അതെൻ്റെ ജീവിതത്തെ ദോഷമായി അപ്പോൾ തന്നെ ബാധിക്കുന്നതായാലും അതിലൂടെ നന്മ വരുത്തുന്ന അങ്ങയുടെ പരിപാലന കാണുവാൻ വൈകിയാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ യോഹന്നാൻ 13:7 പ്രാർത്ഥിക്കുന്നു. ചെയ്തത് ഇപ്പോൾ നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകാൻ പ്രത്യാശയുടെ വരങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈശോ എന്നാ പറഞ്ഞാലും ഈ വിശ്വസിക്കുന്നവരെയും ബൈബിള് കാണിക്കും, വിശ്വസിക്കാത്തവരെയും കാണിക്കും. ഇപ്പം ഒഴുക്കത്തെ അത്താഴത്തിലാണെങ്കിലും ഈശോ പറയും, എന്നാൽ ഇത് വിശ്വസിക്കാത്ത ചിലർ ഇവിടെയുണ്ട് എന്ന് പറയും. ജൈറുസിനെ വിട്ടു ചെന്നപ്പോഴും വിശ്വസിക്കാത്തവരെ കാണിക്കുന്നുണ്ട്. അത് പറയണത് ലൂക്ക അല്ലെന്നേ ഉള്ളൂ. ഈ വിഷയം മത്തായി ശ്ലീഹ പറയുമ്പോൾ വിശ്വസിക്കാത്തവരെ കാണിക്കും. അവരെന്നാ ചെയ്യണത്? വിശ്വസിക്കാത്തവരുടെ അടയാളമുണ്ടേ. അതാണ് 9:23, മത്തായി 9:23. മത്തായി 9:23 യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വസിക്കാത്തതിൻ്റെ അടയാളം. എന്താണ്? 2 കാര്യമാണ്. കുഴലൂത്തുകയും ചെയ്യും, കുഴലൂത്തുനിന്ന് അതുപോലെ ബഹളം വെക്കുകയും ചെയ്യും, വ്യഗ്രത കാണിക്കും. ഈ ബഹളവും കുഴലൂത്തും ഉണ്ടെങ്കിൽ ഓർക്കുക, കുഴലൂത്തം എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദന്മാരുടെ വീട്ടിൽ മരിച്ചു. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇപ്പം ഇന്നലെയുള്ളോരിന്ന് വിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുന്നിലിതാ നിൻ കബറിടമല്ലോ എന്ന് അത് നമ്മുടെ സങ്കീർത്തനം എന്ന് അങ്ങനെ പാടണത്. ഒന്നത് പ്രാർത്ഥന, രണ്ടാമത്തെ എന്താണ്? അത് ശോകാത്മകമായ താളം ഈ മരണ വീട്ടിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോൾ വരുന്നവർക്കെല്ലാം ശവസംസാരം നടത്താതിരിക്കാനാണ്. എന്നുവെച്ചാൽ ഈ ചില ആൾക്കാരുടെ ശവത്തെ കാണുമ്പോൾ സംസാരിക്കാൻ തുടങ്ങണ വേറെ ശവങ്ങളില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, ഈ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഗ്രൂപ്പ് കൂടി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ശവസംസാരം നടത്തുന്ന ആൾക്കാരില്ലേ? അപ്പോൾ ശവം കാണുമ്പോൾ വേറെ ശവങ്ങൾ കൂടി സംസാരിക്കും. അതിനാണ് ശവസംസാരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളത് ഉണ്ടാവാതിരിക്കാനും ആ മരിച്ചു കിടക്കുന്ന ആൾ കർത്താവിൻ്റെ ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ കടങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ സഭയുടെ പ്രാർത്ഥനയിലൂടെയാണ് ഇളച്ചു കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുരിശ് വരച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കണത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കുരിശ് വരച്ച് ഇങ്ങനെ കാണിക്കണം എന്നല്ലാതെ പ്രാർത്ഥിക്കത്തില്ല. പിന്നീട് പറയണത് ഏത് കോവിഡ് ആയാലും ശരി മാസ്കും വെച്ചുകൊണ്ട് പറയണത് എന്ത് കാര്യമാണ് പറയണത്? ഒരേ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിപ്പ് വീട്ടിൽ ചെന്നാൽ നമ്മൾ കേൾക്കണത് മാസ്ക് വെച്ചുകൊണ്ട് പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മളെ
അവിടെ സ്വകാത്മകമായ സങ്കീർത്തനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കേൾക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ മരിപ്പ് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ഉണ്ടിത്. അവരെന്ത് ചെയ്യണത്? അവർ മരിപ്പിൻ്റെ താളം, സ്വകാത്മക താളത്തിന് കൊഴൂത്തുകാരെ വിളിക്കും. കൊഴൂത്തുകാരെ വിളിച്ചിട്ട് മരിപ്പ് വീട്ടിരുന്നുകൊണ്ട് അവർ കൊഴൂതിക്കൊണ്ടേയിരിക്കും. എന്തിനാണെന്നറിയോ? അവിടെ കൊഴൂക്കുമ്പോൾ എന്തിങ്ങനെ ഊതനെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകും. അതാണ് ഉദ്ദേശം. ഈ ജൈറസിൻ്റെ വീട്ടിലുണ്ട് ഈ കൊഴൂത്തുകാര്. അവിടെ കൊഴൂത്ത് കേട്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കരഞ്ഞിരിക്കുന്നവർ. അവർക്ക് പ്രത്യാശയില്ല, അവർക്ക് പ്രാർത്ഥനയില്ല, കരച്ചിൽ മാത്രം. ചില ആൾക്കാരില്ലേ, പ്രത്യാശയില്ല, കരച്ചിൽ മാത്രം, എല്ലാത്തിനും കരച്ചിൽ. ചില പെണ്ണുങ്ങൾ അച്ഛനെ കരയുന്നത്. എനിക്ക് കരയണത് കാണുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഞാൻ കേൾക്കും, പിന്നെ കരച്ചിലാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ഇവരുടെ സ്വഭാവമാണ്. മകളുടെ കല്യാണം പറഞ്ഞാലും അവർ കരഞ്ഞുകൊണ്ടിരിക്കും, കല്യാണ കാര്യം പറഞ്ഞാലും. ഇപ്പം എവിടെയെങ്കിലും കരയാനൊരു വകുപ്പ് കിട്ടിയ അച്ഛാ കല്യാണമൊക്കെ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് അച്ഛാ, അത് പിന്നെ സ്ത്രീധനത്തിന് പൈസ ഒന്നും ഒത്തില്ലെന്ന് പറയുമ്പോൾ കരഞ്ഞുകളെ. ആ കരയേണ്ട കാര്യം ഇല്ലേ ഇവിടെ? അപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും കരയേണ്ട കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ അതുപോലെ ആ കരച്ചിലിന് വരുമ്പോൾ എന്താ പറ്റണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ അത് നനഞ്ഞ വിശ്വാസമായി പോകും. നിൻ്റെ വിശ്വാസത്തെ നീ ഒരിക്കലും കണ്ണീര് കൊണ്ട് നനയ്ക്കരുത്. ഇപ്പം കരയുന്നവരുടെ പ്രാർത്ഥന, ഇപ്പോൾ ഹാഗറിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു എന്നൊക്കെ പറയണത് നീ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടാക്കേണ്ട കാര്യമില്ല. ചില നിർണായകമായ നിമിഷം വരുമ്പോൾ ഹാഗറിന് പിന്നെ വേറെ വഴിയില്ല. അവളുടെ കുഞ്ഞ് അനാഥമായിട്ട് മരുഭൂമി കിടന്ന് വെള്ളം കിട്ടാതെ മരിക്കുകയും. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്തൊരു മനുഷ്യൻ കരയണതും കേൾക്കണ എല്ലാ കാര്യത്തിലും ഇങ്ങോട്ട് കരയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അർത്ഥം വെച്ചാൽ ഈ സ്ഥിരം പ്രൊഫഷണൽ കരച്ചിലുകാരില്ലേ, അതുകൊണ്ട് ഈ കരച്ചിലും സ്വകാത്മകത നിലനിർത്തിക്കൊണ്ടിരിക്കാനുള്ള, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഈ ഒരു സ്വകാത്മകത നിലനിർത്തിക്കൊണ്ടിരിക്കാനുള്ള എല്ലാത്തിൻ്റെയും നിരാശവശം മാത്രം പറയും, എല്ലാത്തിൻ്റെയും നിരാശവശം മാത്രം കാണും. അപ്പം അതുകൊണ്ട് അതാണ് കൊഴൂത്തുകാർ. കർത്താവ് എന്താ പറയുക? ഇത് വിശ്വാസത്തിനെതിരായത് കാരണം ഇവരെ ഈശോ ഗെറ്റ് ഔട്ട് അടിക്കും ആദ്യം വരുമ്പോൾ തന്നെ. പിന്നെ വേറെ പാർട്ടിയുണ്ട് ഗെറ്റ് ഔട്ട് അടിക്കാം. ജീവിതത്തിൽ നിന്ന് രണ്ട് വിശ്വാസിയായിട്ട് നീ ജീവിക്കണമെങ്കിൽ ഈ മത്തായി ശ്രീകാട് സുവിശേഷം 9:23 നീ പാലിക്കണം. എന്താണ്? കൊഴൂത്തിൻ്റെ സ്വഭാവവും ബഹളം വെക്കണതും. ഇതുപോലെ തന്നെ വിശ്വാസരാഹിത്യമാണ് ബഹളം വെക്കണത്. ഈ രണ്ട് കക്ഷികളെ പുറത്താക്കേണ്ടികളാണ്. ഒരു അത്ഭുതം ദൈവം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ രണ്ട് ബഹളം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നില്ല, അയ്യോ അപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വന്നില്ല, അല്ലെങ്കിൽ IELTS റിസൾട്ട് വന്നില്ല. നിങ്ങളെപ്പോഴും എല്ലാ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ചെന്ന് ഉടനെ നെറ്റിൽ നോക്കും, വന്നാ ഒരു പരിപാടിയില്ല, ഭക്ഷണമില്ല, എന്നിട്ട് റിസൾട്ട് വന്നാൽ ഇങ്ങനെ ഈ എപ്പോഴും മൊബൈലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് വന്നാ ഇങ്ങനെ ഓവർ വ്യഗ്രത വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തത്സമയം നമുക്ക് ഗൂഗിൾ മീറ്റ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും ഒരു 3:30 മണിയാകുമ്പോൾ അച്ഛൻ നിങ്ങളുടെ വേദനയും വിഷമവും എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും കേൾക്കും. എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ളവർ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ അച്ഛനോട് സംസാരിക്കും. അപ്പോൾ തന്നെ ഓൺലൈനിൽ പ്രാർത്ഥിക്കും. ബഹുമാനോട് ജോബിൻ അച്ഛൻ സിസ്റ്റേഴ്സ് ഇവിടെ ജപമാല നടത്തിക്കൊണ്ടിരിക്കും. അത് ഭയങ്കരമായ ശുശ്രൂഷയാണ്. അതിനിടയ്ക്ക് ഇടിച്ചു ചെലിക്കാർ എന്തുമാത്രം ആൾക്കാരാണ് സാക്ഷ്യം പറയാൻ വേണം. അപ്പോൾ ഒരു മോള് പറഞ്ഞ അച്ഛാ, കഴിഞ്ഞ ഗൂഗിൾ മീറ്റിന് ഞാൻ കർത്താവിനടുത്ത് ഒരു ഇത് വെച്ചാൽ കാര്യം എനിക്ക് ഇത് വന്നില്ല, എൻ്റെ IELTS OET റിസൾട്ട് വന്നില്ല. കാരണം എന്താ വെച്ചാൽ വരാഞ്ഞതിൻ്റെ കാരണം എൻ്റെ ഇതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി, എൻ്റെ നെറ്റിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി. എത്ര ഇട്ട് നോക്കിയിട്ടും അത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് ഇട്ട്, അച്ഛൻ്റെ അടുത്ത് പറയാമല്ല, ഇടയ്ക്ക് പറയാറുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാമല്ലോ. അപ്പം ഞാൻ ഉടനെ ഗൂഗിൾ മീറ്റിന് ഒരു ഡേറ്റ് ഇട്ട്, എൻ്റെ അച്ഛൻ 9-ാം തീയതി ഏതോ ഡേറ്റ് അവർ പറഞ്ഞു. ആ ഡേറ്റിന് തന്നെ എനിക്ക് IELTS എനിക്ക് പാസ്വേഡും കിട്ടി, എൻ്റെ റിസൾട്ടും വന്നു, OET റിസൾട്ട് വന്നു. പക്ഷേ എത്ര 2 കൊല്ലമായി എഴുതിയിട്ട് ഇതുവരെയ്ക്ക് റിസൾട്ട് വന്നില്ലായിരുന്നു. ഇപ്പം എന്താ വന്നിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ജയിച്ചിട്ടുണ്ട്, ഞാൻ ജയിച്ചു. പക്ഷേ റിസൾട്ട് നോക്കിയവൻ്റെ ടൈം കഴിഞ്ഞു. OET റിസൾട്ടിന് ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് പരീക്ഷ എഴുതേണ്ടി വരും. അപ്പോൾ റിസൾട്ട് വന്നു,
പക്ഷേ അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഓൺലൈനിൽ, മോൾ എന്നാ തീരുമാനിച്ചു? ഞാൻ പറഞ്ഞു ഞാൻ വേറെ എഴുതാൻ പോണച്ചാ, എനിക്കൊരു പ്രശ്നമില്ലെന്നും. അച്ഛാൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ, എൻ്റെ ഡേറ്റ്, ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെ എനിക്ക് പാസ്വേഡ് തന്ന് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് തന്നില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് ഓൺലൈനിലുണ്ടെന്ന്. അപ്പോൾ കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യമാണ്. അവൾ പറഞ്ഞു ഞാൻ ഇനി എന്താ നീ ചെയ്യാൻ പോണത്? ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഉടനെ അടുത്ത റിസൾട്ടിന് അടുത്ത OIT എഴുതാൻ പോവുകയാണ്. എന്താ കാര്യം? അവൾക്ക് മനസ്സിലായി കർത്താവ് ഓൺലൈനിലുണ്ട്. അവൾ ഇട്ട ഡേറ്റിന് തന്നെ കർത്താവ് പാസ്വേഡും കൊടുത്തു, അവൾക്ക് അതുപോലെ തന്നെ ഇതും കൊടുത്തില്ലേ, റിസൾട്ടും കൊടുത്തില്ലേ. അപ്പോൾ ഞാൻ ജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ കൃപ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഉടനെ എഴുതാൻ. അപ്പോൾ ടെൻഷനില്ല, ബഹളമില്ല. പണ്ട് ഭയങ്കര ബഹളമാണ്, വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നായ്ക്ക് 100 വട്ടം നെറ്റ് നോക്കാൻ വന്ന ആളിന് അവസാനം പാസ്വേഡ് മറന്നുപോയി. ബഹളം കൂടിക്കഴിഞ്ഞപ്പോൾ വിശ്വാസം കുറഞ്ഞില്ലേ മക്കളെ? അപ്പോഴേ പാസ്വേഡും മറന്നുപോയി. ഇപ്പം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് ഡേറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി അവൾ വിശ്വാസം പ്രഖ്യാപിച്ചതാണെന്ന്. ഉടനെ ആ ഡേറ്റിൽ പാസ്വേഡും കിട്ടി, റിസൾട്ടും കിട്ടി. അതുകൊണ്ട് ഈ ബഹളം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വിശ്വാസമില്ലായ്മയാണ് ബഹളത്തിന് കാരണം. അതുകൊണ്ടാണ് ജൈറസിൻ്റെ വീട്ടിൽ നിന്ന് ഈ ബഹളക്കാരെ കർത്താവ് പുറത്താക്കിയത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബഹളം പുറത്താക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ ജീവിതത്തിൽ നിന്ന് വ്യഗ്രത എടുത്തു കളയുവാൻ സ്വകാത്മകമായ നിരാശയുടെ അന്തരീക്ഷം എടുത്തു കളയുവാൻ അഭിഷേകം നൽകണമേ. ആരാധന 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 തുല്യം ചൊല്ലേ അങ്ങേപ്പോലെ എല്ലാവരും തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിച്ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാറിച്ചാരുന്നു ഞാൻ. കാരണത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഒരു അരമണിക്കൂർ മുഴുവനും നമ്മൾ ദൈവാനുഗ്രഹിച്ചാണ് നമുക്ക് ഇത്രയും സമയം കിട്ടിയത്. അരമണിക്കൂർ മുഴുവനും നമുക്ക് കർത്താവ് പ്രാർത്ഥന തരുന്ന ഇത്രയും ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ മനസ്സ് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ആരാധനയിൽ പ്രാർത്ഥനയ്ക്ക് സമയം കുറവാണെന്ന്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിന് സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ കർത്താവ് കാണിച്ചു തരുന്നത് വയറിലെയും ചൂടുകുരു പോലെ പൊങ്ങി നിൽക്കണ കുറേ ഒരു ചെറിയ സഹോദരനാണ് കാണിക്കുന്നത്. അതായത് വയറിലെ ചൂടുകുരു പോലെ പൊങ്ങി നിൽക്കണ, എന്നിട്ട് ഇങ്ങനെ എന്തോ പഴുപ്പ് പോലെ വെള്ളം ഒലിക്കുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ കർത്താവ് വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെ ശരീരത്തിലെ കുരുക്കൾ പൊങ്ങിയിട്ടുള്ളവരെ എല്ലാവരും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ആർക്കെങ്കിലും ശരീരത്തിലെ ഏതെങ്കിലും തരത്തിൽ അലർജിയോ എന്തെങ്കിലും കാരണം ത്വക്ക് രോഗമോ അല്ലെങ്കിൽ വിസർപ്പ രോഗമോ സോറിയാസിസോ ഉള്ളവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഇപ്പോഴും കണിശമായിട്ട് അവരെ സുഖപ്പെടുത്തുന്ന സമയമാണ്. കർത്താവെ, ഈ സന്ദേശത്തിൽ നന്ദി പറയുന്നു. കർത്താവ്, ആ മകള് ഇപ്പോഴേ രോഗം സുഖപ്പെട്ട മകളെ ഉദരത്തിൻ്റെ ഭാഗങ്ങളിൽ കർത്താവ് അകത്തോ പുറത്തോ ഒക്കെ കുരുക്കളുള്ളവരെ കർത്താവ് ചലം ചീറ്റുന്നവരെ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തിയ വ്യക്തികളെ ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കട്ടെ. ഇപ്പോൾ ഈശോയെ അതുപോലെ അലർജി രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ത്വക്ക് രോഗികളുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ത്വക്ക് രോഗികൾ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗികൾ,
ചുണങ്ങ് രോഗികൾ കർത്താവ് തൊലി കൊണ്ട് കർത്താവ് കളർ വ്യത്യാസം വരുന്നവർ തൊലി മുഖത്തെ കളർ വ്യത്യാസം വന്നാൽ കർത്താവ് ഭയങ്കരമായ വേദനയായിരിക്കും അവർക്കുണ്ടാണ് കർത്താവ്. മുഖം വൈകൃതമായിട്ടുള്ളവരെ കർത്താവ് എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് കർത്താവ് ചില സമയത്ത് മരുന്നിൻ്റെ അലർജി ഉണ്ടായിട്ട് തൊലി പൊളിഞ്ഞു പോകുന്നുണ്ട്, തൊലി കളർ കർത്താവ് അവിടെ എല്ലാം കർത്താവ് ഏറ്റവും വലിയ മരുന്ന് അങ്ങനെ വിശുദ്ധമായ രക്തമാണ്. ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോകുന്ന മക്കൾ കർത്താവ് വിശുദ്ധമായ രക്തം തളിക്കണമേ. ഈശോ മരുന്നിൻ്റെ അലർജി ഉള്ളവർ, മരുന്നിൻ്റെ റിയാക്ഷൻ ഉള്ളവർ കർത്താവ്, മരുന്ന് കൊണ്ട് മുടി കൊഴിഞ്ഞു പോകുന്നവർ, മരുന്ന് കൊണ്ട് തൊലി പൊഴിഞ്ഞു പോകുന്നവർ, തൊലി പൊളിഞ്ഞു വരുന്നവർ കർത്താവ്, ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവ് ഓരോ റിയാക്ഷൻ ഉള്ളവർ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ത്വക്ക് രോഗങ്ങള് സുഖമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലർക്ക് ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ അകത്തുനിന്ന് നമ്മുടെ ഒരു വിരൽ വെച്ച് കുത്തിക്കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക, ഇങ്ങനെ മുഴച്ചിരിക്കുകയല്ലേ, അതുപോലെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പം ചിലർക്ക് ചില മുഴകൾ ശരീരത്തിലുണ്ട്, തൊണ്ടയിലാകാം, അല്ലെങ്കിൽ വയറിലാകാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാകാം. ഇങ്ങനെ ഒരു വിരലിങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ മുഴച്ചിരിക്കുന്ന ഭാഗമാണ് കർത്താവ് ഇപ്പോഴും കാണിക്കണത്. അതിങ്ങനെ കല്ല് പോലെ ഇരിക്കണം എന്നാണ് പറയണത്. കല്ല് പോലെ ഇരിക്കണം എന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങനെ ഒരു പഞ്ഞിയൊന്നുമല്ല, ഇത്തിരി കട്ടി പോലെ ഇരിക്കണതാണ് കഠിനമായിട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ദൈവമേ വേദന ഒന്നും ഇല്ലല്ലോ, ആശുപത്രി പോകണ്ടായിരിക്കും, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ആയിരിക്കും പേടിച്ചിരിക്കണത്. മക്കളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ആ ഒരു സ്ഥലത്തും തൊട്ടാൽ മതി. അച്ഛനിപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന കർത്താവ് എന്നിട്ട് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, വിശുദ്ധിയോടെ ജീവിച്ചുകൊള്ളാമെന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. കർത്താവ് ഈ നിമിഷം മകളെ സ്പർശിക്കും, മകനെ സ്പർശിക്കും. കർത്താവ് ഇതുപോലെ അങ്ങ് കാണിച്ചു തന്ന പോലെ കർത്താവ് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുഴ പോലെ പൊന്തി നിൽക്കുന്നവർ, പക്ഷേ മൃദുത്വമില്ലാതെ കഠിനമായിട്ടുള്ള മുഴകളെ സിസ്റ്റുകളെ കർത്താവ്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റുകളെ പോലും കർത്താവ് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെ ആണിപ്പെടുത്താറുന്ന വലുതുകരം ഇതുപോലെ ശരീരത്തിൽ മുഴച്ച് മൃദുവായി കഠിനമായി പോയിട്ടുള്ള രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. മുഴകൾ രോഗങ്ങളെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയമുള്ളൊരു അച്ഛനെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേദനക്കാരെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം കിഡ്നി രോഗികളെയും പ്രാർത്ഥിക്കാം. അപ്പം നടുവേദന എന്ന് പറയുമ്പോൾ നടുവിനുണ്ടാകുന്ന വേദന, അപ്പം നിങ്ങൾ അവിടെ കൈ വെച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ ഞാനിങ്ങനെ നിങ്ങളോട് കൈ വെക്കാൻ പറയുമ്പോഴേ നിങ്ങൾ കൈ വെക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തു നിന്നാണ് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടാകണം. അല്ല ഒക്കട്ടെ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ വെച്ച് കളഞ്ഞേക്കാം, അങ്ങനെ വെച്ച് കളയുകയൊന്നും ചെയ്യരുത്. എന്താ കാര്യം എന്നറിയാമോ, ഈ KCBCയുടെ ആരാധന യജ്ഞത്തിൽ ഒരു മോള് സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേൾക്കണം. അതായത് ഞാൻ ആരാധന നടത്തിക്കുന്ന സമയത്ത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, എൻ്റെ മക്കളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു മോൾ അപ്പം തന്നെ തലയിൽ കൈവച്ചു. എന്താ പ്രശ്നം എന്നറിയാമോ, അവളുടെ ബെയർ ഹെഡ്, അവളുടെ മുടി ശരിക്കും മുടി ഉണ്ടായിരുന്ന ആളാ, ആ മുടി മുഴുവനും പൊടിഞ്ഞു പോയി. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, മകളെ ഇതിനി തിരിച്ചു വരത്തില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്, ഒരു പ്രായം കഴിയുമ്പോൾ മുടിയിടാൻ പോകും. അത് അപ്പം അവൾക്ക് ഭയങ്കര സങ്കടമാണ്, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അവൾ എന്താ വെച്ച് കഴിഞ്ഞ 31-ാം തീയതി
അതായത് ജൂൺ 31 ഞാൻ പറഞ്ഞു മക്കളുടെ തലക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ കൊച്ച് തലക്കെ വെച്ച് BTech-കാരോ സെക്കൻഡ് ഇയറാ ഉടനെ തലക്കെ വെച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഇപ്പം മുടിയൊക്കെ വരണമെങ്കിൽ ഇത്തിരി സമയമെടുക്കുമല്ലോ. അങ്ങനെയല്ല, 2 ദിവസത്തിനുള്ളിൽ പഴയതുപോലെ കട്ടിയായിട്ട് മുടി വന്നെ. ഞാനവിടെ കാണുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടത് നെറ്റിൽ കണ്ടത് ആളെ സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പോൾ നല്ല മിടുക്കിയായിട്ട് നിറച്ച് മുടിയോട്ടിരിക്കണേ. പിന്നെ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞോളെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യണേ എന്താ, അച്ഛൻ തലയൊക്കെ വെക്കാൻ പറയുമ്പോഴേ കർത്താവ് ആണിപ്പോൾ എന്നോട് പറയണത്. അച്ഛനൊരു നിമിത്തമാക്കണതേ ഉള്ളൂ. കർത്താവാണ് എന്നോട് ഇപ്പോൾ പറയണത് തലയെ കൈവെക്കാൻ. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ തലയെ കൈവെക്കുമെന്ന് അതാണ് വിശ്വാസം. ഈ ചുമ്മാ ഇങ്ങനെ അച്ഛൻ പറഞ്ഞതല്ലേ ആരാധനയുടെ ഒരു അഭ്യാസമായിരിക്കും വിചാരിച്ചുകൊണ്ട് അവിടെ കൈവച്ച് പ്രാർത്ഥന ഒരു കഥയുമില്ല. നിങ്ങൾക്ക് തോന്നണം കർത്താവ് ഇപ്പം എന്നെ സ്പർശിക്കും. ഏത് ഭൂഖണ്ഡത്തിൻ്റെ നിങ്ങൾക്കൊരു വചനം അറിയാമല്ലോ. എന്താ വചനം പറയണത്? കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും, ഏറ്റവും പറഞ്ഞ മക്കളെ, കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ദൈവം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. നീ വലത്തോട്ടോ തിരിയുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ എന്താണ് എൻ്റെ അർത്ഥം? കർത്താവ് നിനക്ക് എന്ത് കഷ്ടത. ഇപ്പൊ 30:20 ഐസയ 30:20 വചനം. അപ്പൊ എന്താ എൻ്റെ വചനം എന്താ പറയണത്? നിനക്ക് കഷ്ടത ഉണ്ടാകാം, ക്ലേശം ഉണ്ടാകാം. നമ്മുടെ ആഹാരം കഷ്ടത അപ്പമായിരിക്കും, ക്ലേശത ജലമായിരിക്കും. പക്ഷെ അത് കഥയില്ല. പക്ഷെ എന്താ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? നിന്റെ ദൈവം നിന്നിൽ നിന്നും മറഞ്ഞിരിക്കത്തില്ല. ഇപ്പം 51-ാമത്തെ സങ്കീർത്തനമില്ലേ? 51-ാമത്തെ സങ്കീർത്തനത്തിൽ പാപം കയറി വാള് തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കാലം ദാവീദിനുണ്ടായിരുന്നു. അപ്പോഴും എന്താണ് ദാവീദ് പറഞ്ഞത്? 51-ാം സങ്കീർത്തനത്തിൽ, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത്. എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കാത്ത ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ പാപാവസ്ഥയാണ്, എങ്കിലും അങ്ങേ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാനിതിനെ അതിജീവിക്കും. സങ്കീർത്തനം 51:11 നമ്മൾ കണ്ടത്. അതായത് ഏത് പാപാവസ്ഥയിലായാലും ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ട് ദൈവം തെളിഞ്ഞിരിക്കണമെങ്കിലും ഇപ്പം അവൾക്ക് എന്നാ പറ്റിയത്? ആർക്ക്? നമ്മുടെ മേരി മാഗ്ഡലിനെ. കർത്താവിൻ്റെ ശവക്കല്ലറയൊക്കെ നോക്കിയപ്പോൾ കർത്താവിൻ്റെ ശിരസ് മൂടിയിരുന്ന തലപ്പാവ് മാത്രമേ അവളെ കണ്ടുള്ളൂ. ഇപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം സങ്കടം വന്നാൽ സത്യമറിയാൻ താമസിക്കും. അവളെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേ കർത്താവ് നിൽക്കുന്നുണ്ട്. പക്ഷേ അവൾ വിചാരിച്ച തോട്ടക്കാരനാണെന്ന്. കണ്ണീര് കിടക്കാണ്ടവൾ കണ്ണീരിൻ്റെ കുഴപ്പമാണ്. അതാണ് ഈ കർത്താവ് കുഴലൂത്തുകാരെ പുറത്താക്കാൻ കാരണം. അമിത സങ്കടം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ കർത്താവിനെ തന്നെ കാണാത്തൊരവസ്ഥ വന്നപ്പോൾ മേരി മാഗ്ഡലിൻ കരഞ്ഞുപോയി. കണ്ണീര് കിടക്കണ കാരണം കർത്താവിനെ പോലും കണ്ടിട്ട് മനസ്സിലായില്ല. ദൈവം അനുഗ്രഹിച്ചാൽ പോലും മനസ്സിലാകത്തില്ല. അതാണ് കുഴലൂത്തുകാരെ കർത്താവ് പുറത്താക്കാൻ കാരണം. നീ എന്തിനാണ് കരയണതെന്നല്ലേ ചോദിക്കണത്? ആരെയാണ് അന്വേഷിക്കുന്നവർ അന്വേഷിക്കണം. അപ്പം കരഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എപ്പോഴും നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ അമിതമായ സങ്കടങ്ങളെ അങ്ങേ അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അമിത സങ്കടങ്ങളെ ഇതിൽ നിന്ന് കഴുകിക്കളയണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ,
യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഈ വചനങ്ങളിലൊക്കെ മക്കൾ വിശ്വസിക്കണം. ഇതാ പറഞ്ഞതിരിക്കണത് 30:20 ഐസയ, കഷ്ടത വന്നാലും ക്ലേശം വന്നാലും നിന്റെ ദൈവം മറഞ്ഞിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ അകലെയുള്ള ആൾക്കാർ ഇവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണത്. എന്താണ്? അവിടെ മുമ്പിൽ ദൈവമുണ്ട്. ദൈവത്തിന് ആരുടെ മുമ്പിൽ നിന്നും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഏത് കാലത്തും. ഇപ്പം നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ ആണെങ്കിൽ സന്തോഷകാലത്ത് നമ്മുടെ അടുത്ത് വരും, ദുഃഖകാലത്ത് മറഞ്ഞിരിക്കും അല്ലേ? നമുക്ക് കുറച്ച് സാമ്പത്തിക കടവുണ്ട്, അപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കപ്പോലും ഇല്ല. അവർ മറഞ്ഞിരിക്കുക. ഫോൺ മണി അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കണില്ല. എടുക്കുന്നില്ല. അതാണ് ഈ അടിക്കുന്നുണ്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മറഞ്ഞിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ദുഃഖകാലത്ത് ബന്ധുക്കൾ പോലും മറഞ്ഞിരിക്കും. പക്ഷെ കർത്താവിൻ്റെ വചനം 30:20 പറയുന്നു, നിന്റെ ദൈവം മറഞ്ഞിരിക്കത്തില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എത്ര അകലെയായാലും നിങ്ങൾ ഇപ്പോഴും നടുവിനെ കൈവെക്കണം. എന്നിട്ട് പറയണം, കർത്താവ് ആണ് ഇപ്പം എന്നോട് നടുവിന് കേൾക്കാൻ പറഞ്ഞിരിക്കണത്. എൻ്റെ കിഡ്നിയെ കർത്താവ് സുഖപ്പെടുത്തും, എൻ്റെ നടുവേനെ കർത്താവ് സുഖപ്പെടുത്തും, അതുമൂലം ഉണ്ടാകുന്ന മുഴുവൻ നീരുവീക്കങ്ങളെ കർത്താവ് സുഖപ്പെടുത്തും. എൻ്റെ മക്കൾ ശ്രദ്ധിക്കട്ടെ, കർത്താവെ നടുവിന് കൈവച്ചുകൊണ്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അവർ അങ്ങ് മറഞ്ഞിരിക്കത്തില്ല എന്ന് അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവ്. ഈശോ അങ്ങനെ ആണിപ്രകാരം വരച്ചു കയറാം. നടുവേദന രോഗികളെ, ഇടുപ്പിന് വേദനയുള്ളവരെ, വേദനയുള്ളവരെ, കർത്താവ് കുനിയാൻ പറ്റാത്തവരെ, നിവരാൻ പറ്റാത്തവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ, കിഡ്നി രോഗികളെ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. സന്തോഷമായിരിക്കണം. ഇപ്പം നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഞാനൊരു ഈ നെഞ്ചുവേദന എന്താണ്, വലിവ് എന്താണ്, ആസ്മ എന്താണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ 10-17 കൊല്ലം 87 മുതൽ ഏതാണ്ട് 2006 വരെയൊക്കെ വലിവ് രോഗിയാണ്. അപ്പോൾ നമുക്ക് ഉറക്കം വരാത്ത അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അപ്പം ഞാനത് ആ വേദന മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. അല്ലാതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല ഇത്. നിങ്ങൾ സുഖപ്പെടണമെന്നും നിങ്ങൾ സുഖപ്പെട്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നവരെ ജോലി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ജോലിക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പട്ടിണിയാകുമെന്നൊക്കെ അറിയാം. ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കണത്. അല്ലാതെ ഈ രോഗശാന്തി പ്രാർത്ഥനയല്ലേ. എന്നാൽ ഒരു വലിവ്, ഈ കിഴിക്കുത്തുകാരൻ്റെ ഒരാട് തന്നെ ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു വലിവ്, അതുപോലെ തന്നെ ഒരു വാദം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല. ഒരു സംഭവം പറയുമ്പോൾ എൻ്റെ മനസ്സ് കർത്താവിൻ്റെ പറയാൻ, കർത്താവേ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ പറ്റാത്ത ഒത്തിരി പേര് വിലക്ക് പോകാതിരിക്കുന്നുണ്ട്. വേലക്ക് ചെന്നാൽ പോലും നമ്മൾക്ക് രോഗമായത് കാരണം അവർ നമ്മളെ തോന്നിവാസം പറയും. ഇപ്പോൾ അവർ വില നമ്മളെ എടുപ്പിക്കുന്നവരല്ലേ, അവർ നമ്മളോട് തോന്നി, നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടക്കാൻ പാടില്ലേ, റെസ്റ്റ് എടുക്കാൻ പാടില്ല, വല്ല ആശുപത്രിയിൽ പോയി കിടക്കാൻ പാടില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ വേദനിപ്പിക്കും. നിങ്ങളുടെ അത്ര വേദന വരെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വിശുദ്ധമായ കർത്താവിന് വലത് കരം നെഞ്ചത്ത്, നിങ്ങളുടെ കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറയാൻ, കർത്താവ് ഇത് നിൻ്റെ കരമാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, എൻ്റെ ശ്വാസകോശത്തെ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമെന്ന് പറയണം. എൻ്റെ മക്കളെ പങ്കുരാസ രോഗികളുണ്ട്, കരൾ രോഗികളുണ്ട്, അതുപോലെ അതുപോലെ ക്ഷയരോഗികളുണ്ട്, അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ട്, വലിവ് രോഗികളുണ്ട്, ത്രോൺസൈറ്റുകാരുണ്ട്, നിങ്ങൾ തൈറോയ്ഡുകാരുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പം നെഞ്ചത്ത് കൈവെക്ക്, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് അമ്മ ഇപ്പോൾ നമുക്കൊരു മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ വലിവ് രോഗികളെ, ശ്വാസകോശ രോഗികളെ, കർത്താവ് പങ്ക്രിയാസ് രോഗികളെ, ശ്വാസകോശത്തിലും പതിരയിലും ക്യാൻസർ രോഗികളെ, ശരീരത്തിന്റെ ഉള്ളിലെ യൂട്രസിലെ ക്യാൻസർ ഉള്ളവരെ, സിസ്റ്റ് ഉള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് ശ്വാസകോശങ്ങളെ കഴുകണമേ, തൈറോയിഡിനെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ, കരളിനെ കഴുകണമേ, യേശുവിന്റെ നാമത്തിലെ ആന്തരിക രോഗങ്ങളെ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. വളരെ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റിന്
ഒരു ചേച്ചി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് ചേച്ചി പറഞ്ഞ ഇതാണ്, എനിക്ക് ജോലി കിട്ടിയില്ല അച്ഛാ, ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും നടന്നില്ല. ഇതൊക്കെയാണ് പറയാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളുള്ളവർക്ക് വേണ്ടി, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛൻ പോവുകയാണ്. പക്ഷെ അത് മാത്രമല്ല, അതിനുശേഷം അവരുടെ അങ്കിളിൻ്റെ മക്കളുടെ കാര്യമൊക്കെ അവർ പറഞ്ഞു. അവസാനം ഒരു കാര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് 30 വയസ്സുണ്ട്, ഇപ്പോഴും എനിക്ക് കല്യാണം ഒത്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചു പോയി. എന്താ കാര്യം? അതെല്ലാം സീരിയസ് കാര്യം, അതെല്ലാം സീരിയസ്. പക്ഷെ അവർക്ക് പറയാനൊരു ചമ്മലേ, ഇത്രയും നാൾ 30 വയസ്സായിട്ടും കല്യാണം ഒത്തില്ല എന്നിങ്ങനെ ഗൂഗിൾ മീറ്റിൽ പറയാൻ, പരസ്യമായിട്ട് ഓൺലൈനിൽ പറയാനൊരു സങ്കടം. പക്ഷെ പിന്നീട് അവർക്ക് ബോധം വന്നു, ഓൺലൈനിലാണെങ്കിലും ഞാൻ പറഞ്ഞ കർത്താവിനോടല്ലേ എന്ന് ചിന്തിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണം ഒത്തിട്ടില്ല. അപ്പോൾ ഞാൻ അത് ഉൾപ്പെടെ പ്രാർത്ഥിച്ചു. എന്താ കാര്യം അറിയാം? അവിടെ കല്യാണം കഴിക്കണം, ഒരു ജീവിത പങ്കാളി കിട്ടണം. അപ്പം നമ്മളത് ആത്മാർത്ഥമായ കർത്താവിനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ജീവിത പങ്കാളിയായിട്ട് വന്ന് കൃപാസനം തുറക്കുമ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാൻ പറഞ്ഞു. അതുപോലെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കൃപാസനം തുറക്കുമ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ജോലിയില്ലാത്തവർ, അവന് വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി, ജീവിത വരുമാനം, ജോലി വരുമാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെല്ലാം ഓൺലൈനിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, വീണ്ടും ഇത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, അവർക്കെല്ലാം ഈ വിഷയത്തില് സാക്ഷ്യം പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഇനി നമ്മൾ ഗൂഗിൾ മീറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒത്തിരിയേറെ രോഗങ്ങൾക്കും പല ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ഉടനെ ആരാധനയാണ്, ആരാധന അഭിഷേകമാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ പലയിടത്തുമുള്ള പല ഭൂഖണ്ഡങ്ങളിലെ, പല രാജ്യങ്ങളിലെ, പല സംസ്ഥാനങ്ങളിലെ, പല ജില്ലകളിലുള്ള മക്കൾ കർത്താവ്, എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ കാര്യം അമ്മയെ ഒന്ന് ഓർപ്പിക്കണേ അച്ഛനെ എന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോയെ കർത്താവ്, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതിയുള്ളവരെ, കർത്താവ് കുടുംബം തകർന്നു പോകുന്നവരെ, കർത്താവ് കേസിലേക്ക് പോകുന്നവരെ, തമ്മിൽ ശ്രദ്ധിക്കാത്തവരെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ശ്രദ്ധിക്കാത്തവർ, കുടുംബത്തിൽ വരുമാനം ഇട്ടവർ, വരുമാനം കൊടുക്കാത്തവരെ, പിടിച്ചു വെക്കുന്നവർ, ഇങ്ങനെ പല കാര്യങ്ങൾ കർത്താവ്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷന് വേണ്ടി കർത്താവ് കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്നവർ, ഒരു കൊല്ലം പോയോ എന്ന് വിചാരിച്ച് പോകുമെന്നവർ ആദ്യപ്പെടുന്നവർ കർത്താവ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പണയത്ത് താമസിക്കുന്നവർ, പാട്ടത്തിൽ താമസിക്കുന്നവരെ കർത്താവ്, എല്ലാ മക്കളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങനെ വലിയ കൃപ കർത്താവ്, പല തടസ്സങ്ങൾ, വഴക്കുകൾ, കേസുകൾ കിടക്കുന്നവർ, വഴി വിടാത്തവർ, വഴി ബ്ലോക്ക് ചെയ്തവർ, വാഹനം തടസ്സമുള്ളവർ കർത്താവ്, വാഹനം കേസൊക്കെപ്പെട്ടിരുന്നത്, കേസ് ജയിച്ചില്ലെങ്കിൽ കർത്താവ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വ്യവഹാരങ്ങളിൽ കർത്താവ് തകർന്നു പോയവർ എല്ലാവരും ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ലഭിക്കാനുള്ളവർ, കളഞ്ഞു പോയവർ കർത്താവ്, കട്ടുപോയവർ, മോഷ്ടിക്കപ്പെട്ടുള്ളവർ കർത്താവ്, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചുള്ള അടയാളത്തിൽ ദൈവനാമത്തിൽ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സമാപന ആശീർവാദമാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ